കോയമ്പത്തൂർ പോലീസ് മ്യൂസിയത്തിൻ്റെ കവാടമാണ്. ഇതാ വലിയൊരു ടാങ്കർ ഇവിടെ. ഇതാണ് മ്യൂസിയം. രണ്ട് സൈഡിലും പോലീസുകാരുടെ ചിത്രമുണ്ട്. അവിടെ യുദ്ധ വിമാനം മാതൃക, ഇവിടുത്തെ റോക്കറ്റ്. പിന്നെ ഇത് ഒറിജിനൽ ടാങ്കാണ്, പെയിൻ്റ് അടിച്ചിട്ട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ കാണാനുണ്ട്. കോയമ്പത്തൂർ പോലീസ് മ്യൂസിയത്തിൻ്റെ ഉൾഭാഗമാണിത്. അവരുടെ ഓരോ ട്രോഫികൾ കിട്ടിയതും എല്ലാതുമാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് മന്ത്രിയിൽ നിന്നും ട്രോഫിയാണ്. ഇത് നമ്മളെ കേന്ദ്ര മന്ത്രിയിൽ നിന്ന് കരസ്ഥമാക്കുന്ന ട്രോഫി. ഇത് ജയലളിത. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വേഗം കാണിച്ചു തരാം. ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയ ഓരോ മെഡലുകളാണിത്. ഇത് ഓരോ പോലീസുകാരൻ തൊട്ടിട്ട് IG, DGP എന്നിവരായി ഉപയോഗിക്കുന്ന തൊപ്പികളുടെ കളറും അതിൻ്റെ നിറങ്ങളുമാണ് ഈ കാണുന്നത്. അതാണ് ഈ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഓരോ റാങ്കിലുള്ള പോലീസുകാരുടെയും തൊപ്പിയും അവരുടെ സ്റ്റാറുകളും. ഇത് കണ്ടാൽ പോലീസുകാർക്ക് മനസ്സിലാവും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് പിസ്റ്റൾ, അങ്ങനെ ബാക്കി ടോക്കി, അങ്ങനെ ഓരോരോ. ഇത് സബ് മെഷീൻ ഗണ്ണാണ്. ഇത് വെയിറ്റ് മെഷീൻ ഗണ്ണാണ്. ഇത് മീഡിയം മെഷീൻ ഗണ്ണാണ്. അങ്ങനെ ഓരോ മെഷീനുകളും കൂടെ. ഇത് AK-47. നമ്മൾ കേട്ടിട്ടില്ലേ AK-47? ഒറിജിനൽ തന്നെയാണ്, ഡ്യൂപ്പൊന്നുമല്ല. ഇതും AK-47. ഇത് 12 പേഴ്സ് സാധാ തോക്കാണിത്. ഇതൊക്കെ ആദ്യകാലത്തെ തോക്കുകളാണ്. SBIM ഗണ്ണാണ്. SBML ഗൺ, SBGM ഗൺ, DEL ഗൺ. ഇതൊക്കെ ഒറ്റ ബാരൽ പണ്ടത്തെ തോക്കുകളാണ് ഈ പ്രദർശിപ്പിച്ചത് മുഴുവനും. പണ്ടത്തെ റിവോൾവറുകൾ ഒറിജിനലാണ്. ഇതൊക്കെ ഓരോ മോഡൽ റിവോൾവറുകൾ. ഇത് AK-47 പെട്ട ഓരോ വിഭാഗം ഇവർ ഉപയോഗിക്കുന്ന ഗണ്ണുകളാണ് ഇത്. അതിൻ്റെ പേരുകളൊക്കെ AK റൈഫിൾ എന്നൊക്കെ ഓരോന്നിൻ്റെ പേരുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചെടുക്കുമ്പോഴേക്കും വീഡിയോ കുറേ ആവും. ഇതൊരു പീരങ്കിയുടെ ഇവിടെ അടുത്തത് നമുക്ക് കാണാനുള്ളത് ഇതാ തോക്ക്. നമ്മൾ ഗണ്ണുകളിൽ ഉപയോഗിക്കുന്ന ഓരോ ഉണ്ടകളാണ്. ഇതൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ സംഗതി ശരിയാവും. ഓരോന്നിലും ഉപയോഗിക്കുന്ന തിരകളാണിത്. ഇത് പണ്ടത്തെ വാളുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ പണ്ടത്തെ യുദ്ധത്തിന് ഉപയോഗിച്ചതും മറ്റുള്ള പുരാതന വാളുകളുണ്ട്. ഇത് പണ്ടത്തെ ആദ്യ തോക്ക്. ഇതിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിനാവും കാണാം. അധികവും തോക്കുകളാണിത്. ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന തോക്ക് മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷമുള്ള ഉപയോഗിച്ചിരുന്ന തോക്കുകളും അത്രയും പഴക്കമുള്ള തോക്കാണ് ഇതൊക്കെ പണ്ടത്തെ. ആറ് ഉണ്ടകൾ അതിൽ കയറ്റി വിടും. അങ്ങനത്തെ പണ്ടത്തെ പല തരത്തിലുള്ള തോക്കുകളാണ്. അധികം ഇതൊക്കെ തന്നെയാണ് ഓരോ മോഡൽ. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. നേരെ പുറത്തേക്ക് ഇറങ്ങി